വരൂ ചേട്ടത്തി, വരൂ വരൂ. സുരേഖ, ഇത് നീ ചോദിച്ചില്ലല്ലോ. എനിക്കറിയായിരുന്നു ചേട്ടൻ ഞാൻ ചോദിക്കാതെ തന്നെ തരുമെന്ന്. ചേട്ടാ, ചേട്ടത്തി അകത്ത് കൊണ്ടുപോവാ. നിങ്ങൾ രണ്ടുപേരും ഫ്രഷ് ആയിട്ട് വരൂ കേട്ടോ. അതെ, നീ കുറച്ചു നേരം വിശ്രമിക്ക്. ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് ചേച്ചി തരും. ചേച്ചി ചേച്ചി ചുമ്മാ തരി ചേട്ടാ, രണ്ട് ചേട്ടത്തിമാർക്ക് ക്ഷീണമുണ്ട്, ഉറങ്ങട്ടെ. അത് ശരി, അപ്പൊ നീ തളർന്നിട്ടില്ലേ? എന്റെ ചേട്ടാ, നിങ്ങൾക്ക് ആഹാരം തന്നു വിട്ടിട്ട് ഞാനും പോയി കിടന്നുറങ്ങാൻ പോവാ. ചേട്ടാ സമയം കളയാതെ ചെല്ലെ ചേട്ടത്തി അകത്ത് കൊണ്ടോ. പെങ്ങളെ നിർബന്ധിച്ചത് കൊണ്ട് തന്നെ വിഷ്ണു സ്വന്തം ഭാര്യേനെ റൂമിലേക്ക് കൊണ്ടുപോകും. സുരേഖയാണെങ്കിൽ അവർക്കുള്ള ആഹാരം റെഡിയാക്കാൻ പോകും. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നന്നായി ഒന്ന് ഉറങ്ങി. എന്തായാലും സുരേഖ, ഒരു ഗ്ലാസ് ചായതാ. ആ ചേട്ടത്തി ഇപ്പൊ കൊണ്ടുവരാം. നിക്ക് സുരേഖ, എനിക്കും വേണം, ഒരു മിനിറ്റേ. കൂട്ടത്തിൽ കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ താ. ചായ മാത്രം കുടിച്ചാൽ എനിക്ക് ഗ്യാസ് കയറുവതാ. ശരി ചേട്ടത്തി. സുരേഖ എല്ലാ പണിയും തീർത്തിട്ട് ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് രണ്ട് ചേട്ടത്തിമാരും അവളോട് ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞത്. അതാണെങ്കിൽ ഒരു പാവം ഒന്നും മിണ്ടാതെ അതങ്ങ് ചെയ്യാൻ പോയി. ശരിക്കും സുരേഖയുടെ അച്ഛനും അമ്മയും ജീവനോടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവളെ നോക്കുന്നത് അവളുടെ 3 ചേട്ടന്മാരാണ്: ജയേഷ്, രമേശ്, വിഷ്ണു. 3 ചേട്ടന്മാരുടെ തങ്കക്കുടമായിരുന്നു സുരേഖ. 2 ജ്യേഷ്ഠന്മാരുടെ ഭാര്യയാണെങ്കിൽ ഒന്നിനൊന്നും മടിച്ചുകളും. രണ്ടുപേരും കുരുട്ടുബുദ്ധി നിറഞ്ഞവരായിരുന്നു. ഭർത്താവിന്റെ മുമ്പിൽ സുരേഖയോട് അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നാ ജ്യേഷ്ഠന്മാരൊന്നും മാറിയാലോ അപ്പ തുടങ്ങും അവളെ എന്തെങ്കിലുമൊക്കെ പറയാൻ. സുരേഖ ഇതുവരെ അത് ആരോടും പറഞ്ഞിട്ടില്ല. അവൾക്ക് വീട്ടില് പ്രശ്നമുണ്ടാക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ വീട്ടിലൊരു ചേട്ടത്തിയും കൂടെ ഉണ്ട്. അയ്യോ സുരേഖ, ഞാൻ കരുതി ഉറങ്ങായിരിക്കുന്ന്. അതെ, ആരെങ്കിലും ഗസ്റ്റായിട്ട് ആരെങ്കിലും വന്നോ? ഇല്ല ഇല്ല, അത് ചേട്ടത്തിമാരെ എണീറ്റു. അവർക്ക് ചായ ഇടുവായിരുന്നു. ആണോ? അവരെവിടെയായിപ്പോ? ഞാനവരെ കണ്ടതേ ഇല്ലതാ. മുഖം കാണുന്ന ചടങ്ങില് എന്തായാലും കാണുമല്ലോ വൈകുന്നേരം. ശരി, ഞാനും കൂടെ സഹായിക്കാം. അയ്യോ കുഴപ്പമില്ല ചേട്ടത്തി, പോയി വിശ്രമിച്ചോ. എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. കവിത ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. വീട്ടിലെ ഒരേ ഒരു മകൾ ജോലി ചെയ്യുന്നത്. 2 ചേട്ടത്തിമാരുള്ളതാണെങ്കിൽ മുറിയിൽ നിന്ന് ഇറങ്ങത്തുമില്ല. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. വൈകുന്നേര സമയം. ഓ, ചേച്ചി പറഞ്ഞത് ശരിയാ. ഇനി ആ വജ്രം തപ്പി നടക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാ. അത് പറഞ്ഞത് ശരിയാണ്. കവിത, നീ ഒരു കാര്യം ഓർത്ത് വിഷമിക്കണ്ടാട്ടോ. ഞങ്ങൾ എന്തു പറയുന്നു അത് നീ അങ്ങ് കേട്ടാ മതി. അതെന്താ, നിങ്ങൾ രണ്ടുപേരും അമ്മയമ്മയാണോ? അമ്മയമ്മ അല്ലെങ്കിലും ചേട്ടത്തിമാരല്ലേ ഞങ്ങള്. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കല്ലേ അറിയാവുന്നത്, അതാ അങ്ങനെ. ആദ്യമേ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, എന്നിട്ട് അവളെ പഠിപ്പിക്കേ. വീട്ടിൽ വന്ന സ്ത്രീയോട് നിർജയും നന്ദിതയും നല്ല രീതിയിൽ ഉടക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് സുരേഖ ഇടയ്ക്ക് വന്ന് ആ കാര്യം സോൾവ് ചെയ്യാൻ നോക്കി. ഇതൊക്കെ കണ്ട് കവിതയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ചേട്ടത്തിമാരെ അധികം അടുപ്പിക്കണ്ടെന്നും മനസ്സിലായി. അടുത്ത ദിവസം. ഇത് കൊള്ളാലോ, ഇന്നത്തെ ആലു പൊറോട്ട നല്ല രസമുണ്ടല്ലോ. അത് കവിത ചേട്ടത്തി ഉണ്ടാക്കിയതാണ്. ഈ പായസം ഒന്ന് കുടിച്ചു നോക്ക് ചേട്ടാ. കവിത ചേട്ടത്തി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയേക്കുന്നേ. അതെ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചേട്ടത്തി തന്നെ ചെയ്തേ, എന്നെ അടുപ്പിച്ചേ ഇല്ല. കവിത, ഇതിനു വേണ്ടി നിനക്ക് പ്രതിഫലം വല്ലതും വേണോ? ഇത്രയും പറഞ്ഞ് കവിതയ്ക്ക് ജയേഷ് പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു കൊടുക്കും. രമേശും അതുപോലെ തന്നെ ചെയ്തു. ഇത് കണ്ട് സുരേഖയും കവിതയ്ക്കും വിഷ്ണുവിനും സന്തോഷമായി. എന്നാൽ നിർജയും നന്ദിതയ്ക്കും ദേഷ്യം വന്നു. ഭക്ഷണത്തിന് ശേഷം നിർജയുടെ മുറി ചെന്ന് രണ്ടുപേരും എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എന്നിട്ട് അവര് കവിതനെയും കൂടെ മുറിയിലേക്ക് വിളിപ്പിച്ചിട്ട് പിന്നീട്, ചേട്ടത്തി വിളിപ്പിച്ചിരുന്നു എന്നെ? അതെ കവിത, എനിക്കൊരു കാര്യം പറയണം. ചില കാര്യങ്ങൾ നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ട്. പറയൂ ചേട്ടത്തി. കവിത, നീ വീട്ടിലെ കാര്യങ്ങളിൽ അധികം ഇടപെടണ്ടാട്ടോ. ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സുരേഖ എല്ലാം നന്നായി ചെയ്തോളും. പക്ഷെ ചേട്ടത്തി, സുരേഖ എന്തിനാ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? നമ്മൾ മരുമക്കളും കൂടെ അത്. ഞങ്ങൾ പറയുന്നത് തെറ്റായിട്ട് കരുതണ്ട. സുരേഖയുടെ നല്ലതിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. നീ കണ്ടതല്ലേ, സുരേഖനെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. പിന്നെ വീട്ടുജോലികൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കോള്? അത് തന്നെ. കഴിഞ്ഞ 4 വർഷമായിട്ടേ ചേട്ടന്മാരെ അന്വേഷിച്ചോണ്ടിരിക്കുക. എത്ര സ്ത്രീധനം കൊടുക്കാന്ന് പറഞ്ഞെന്നറിയോ ജ്യേഷ്ഠന്മാര്. പക്ഷെ ഒന്നും നടക്കുന്നില്ല കല്യാണം. അപ്പോഴാ ഞങ്ങള് കരുതിയത് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന മരുമക്കളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ചേട്ടത്തി. പൊന്നു കവിത, ആവശ്യമില്ലാത്ത കാര്യത്തിന് പോവണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് പറയുന്നത് കേട്ടങ്ങ് ചെയ്താ മതി. പിന്നെ സുരേഖയുടെ ചേട്ടന്മാരുടെ മുമ്പിൽ ഇതൊന്നും കാണിക്കല്ല്, അല്ലെങ്കിലേ അവർക്ക് ജീവനാവളെ. സുരേഖയുടെ അച്ഛനും അമ്മയും പറഞ്ഞേക്കണത് സുരേഖ നല്ല ഐശ്വര്യമാണെന്നാ. ഐശ്വര്യം ഉണ്ടെങ്കിൽ അവൾ ഇവിടെ നിൽക്കുവോ? എപ്പോഴേ കല്യാണം കഴിച്ച് പോയേനേന്നേ. അവൾ ഇവിടെ കിടക്കണത് കൊണ്ട് മനസ്സിലായില്ലേ? പൊന്നു കവിതേ, ഒരു ആവശ്യമില്ല. നീ ആവശ്യമില്ലാതെയാണ് ഈ വീട്ടുജോലികളിൽ കൈയിടുന്നത്. നീ വെറുതെ ഇരിക്കേ. ജോലി ചെയ്യാൻ അവളുണ്ടല്ലോ. അവര് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നീ അടുക്കളയിൽ പോയാ മതി. അപ്പോഴേക്ക് സുരേഖ എല്ലാം ചെയ്തു വെക്കൂന്നേ. അവളാണെങ്കിൽ ചേട്ടന്മാരോടൊന്നും പറയത്തു പോലുമില്ല. അതാ രസം.
ഏയ് മിണ്ടാതിരിക്കെ കവിത, ഞങ്ങൾ പറയണത് നിനക്ക് മനസ്സിലായോ? ആ ചേട്ടത്തി, എനിക്ക് മനസ്സിലായി. ശരി, ഞാൻ പോട്ടെ. പൊക്കോ, നേരെ മുറിയിലോട്ട് പോയാൽ മതി, അടുക്കളയിലോട്ട് പോകണ്ടാട്ടോ. അങ്ങനെ കവിത നേരെ അവളുടെ മുറിയിലേക്ക് പോയി. കുറെ മണിക്കൂറായിട്ട് അവൾ പുറത്തിറങ്ങിയതേയില്ല. ഇത് കണ്ടപ്പോ രണ്ട് മരുമകൾക്കും സന്തോഷമായി. അവരുദ്ദേശിച്ച കാര്യം നടന്നു എന്ന്. അവരുടെ സന്തോഷം അവരുടെ ടീമിലേക്ക് ഒരാളെയും കൂടെ കിട്ടി. ഒരാഴ്ചക്ക് ശേഷം, എന്റെ കവിതേ, നിന്റെ വീട്ടുകാർ വരണുണ്ടെന്ന് നേരത്തെ എന്താ പറയാത്തത്? ഇപ്പൊ തന്നെ ചായ റെഡിയാക്കാം. സുരേഖ, സുരേഖേ! നിക്ക് ചേട്ടത്തി, ചായ ഞാൻ കൊണ്ടുവരാം. അയ്യോ, അത് വേണ്ട. നിന്റെ വീട്ടുകാർ വന്നാലേ നീ ഇവിടെ ഇരുന്നു സംസാരിക്ക അവരോട്. സുരേഖ ചെയ്തോളൂ എല്ലാം. ഇല്ല ചേട്ടത്തി, എന്നെ കാണാനല്ല ഇവര് വന്നേക്കുന്നേ, സുരേഖേനെ കാണാനാ. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ ദാ ഇപ്പൊ വരാമേ. നീർജൻ നന്ദിതയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. 3 ജ്യേഷ്ഠന്മാരും വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അന്ന് കവിത എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. സത്യമാണ് ഏട്ടാ, നിങ്ങളുടെ സുരേഖയ്ക്ക് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം ലഭിച്ചു. അതെ ചേട്ടാ, അത് നന്നായിരിക്കും. കവിതയുടെ അമ്മ സുരേഖയുടെ മരുമകളായി മാറും. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഇതാ സുരേഖ വന്നു. അതെ ചേട്ടാ, പെണ്ണ് നല്ല സുന്ദരിയാണ്, സുശീലയാണ്. അവള് നല്ല മിടുക്കി കൊച്ച. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാ. അവളും സുന്ദരിയാവെന്ന് ഞാൻ സമ്മതിക്കുന്നു. സുരേഖ, നീയും കൂടെ നോക്കിക്കോ, നന്നായിട്ട് നോക്കിക്കോ. ചെറുക്കൻ എഞ്ചിനീയറാണ്, നല്ലവനാ, എന്റെ ചേട്ടനാ. സർവേഷ സുരേഖനെ നോക്കി, സുരേഖ സർവേഷിനെ നോക്കി. എന്നിട്ട് പെണ്ണിന് ചക്കനെ ഇഷ്ടായല്ലോ. ഇനിയിപ്പോ എന്തു വേണം? ഇത് നമുക്കൊരു ആഘോഷമാക്കിയാലോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചതേ കല്യാണം അങ്ങ് ഉറപ്പിച്ചാലോന്ന്. അങ്ങനെ സുരേഖയുടെ ബന്ധം ഉറപ്പിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോകാൻ സുരേഖയും റെഡിയായി കഴിഞ്ഞു. അപ്പുറത്ത് 2 മരുമക്കളും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുരേഖ പോയ ഇവരുടെ കാര്യം എങ്ങനെയാവുമെന്ന്. കാരണം കവിതയുടെ അടുത്ത് കളിയൊന്നും നടക്കില്ല എന്ന് ഉറപ്പിച്ചു അവര്. പെട്ടെന്ന് ഓർക്കൂ, എന്താ കൊണ്ടുവന്നിരിക്കുന്നേ? സാധാരണ പോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറിയും റൊട്ടിയും. വാവ്, നിന്റെ മമ്മ ഉണ്ടാക്കുന്ന കറികൾക്കെല്ലാം നല്ല ടേസ്റ്റാ. ഇന്ന് നിന്റെ ടിഫിൻ ഞാൻ കഴിക്കാം. നിക്ക്, നീ എന്തിനാ എന്റെ ഉരുളക്കിഴങ്ങ് കറിയും റൊട്ടിയും എല്ലാ ദിവസവും കഴിക്കുന്നത്? എന്തുകൊണ്ടാ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ടേസ്റ്റ് തോന്നി അതുകൊണ്ട്. ദാ ഇത് പിടി, നീ എന്റെ ടിഫിൻ കഴിച്ചോ. അത് കൊള്ളാം. എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിൽ എന്താന്ന് അറിയില്ല, നീ തുറന്നു നോക്ക്. കൊള്ളാം. പനീർ പൊറോട്ടയാണല്ലേ. പക്ഷേ ഇത് രണ്ടും ഞാൻ കഴിക്കണോ? നീ കഴിച്ചോളൂ. ഞാനിത് ഇന്നലെ കഴിച്ചതായിരുന്നു. ഞാൻ നിന്റെ ഈ ടിഫിൻ കഴിച്ചോളാം. ഈ 2 സുഹൃത്തുക്കളുടെയും കഥയാണിത്. ഗരിമ, അങ്കിത. ഗരിമ ഒരു പാവപ്പെട്ടവളായിരുന്നു. അവളുടെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. പക്ഷെ അങ്കിത വലിയൊരു ധനികന്റെ മകളായിരുന്നു. അയാളൊരു ഫാക്ടറിയുടെ ഉടമയായിരുന്നു. അങ്കിത മനഃപൂർവ്വം പാവപ്പെട്ട ഗരീമയുടെ ടിഫിൻ കഴിക്കുമായിരുന്നു. എന്നിട്ട് അവളുടെ ടിഫിൻ ഗരീമയ്ക്ക് കൊടുക്കുമായിരുന്നു. ഗരീമ നല്ല ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി. പിന്നീട് ഒരു ദിവസം, അങ്കിത, നാളെ ഞാൻ കോളേജിൽ വരില്ല. എന്താ കാര്യം? നീ ഇല്ലെങ്കിൽ എനിക്ക് ഒരു രസവുമില്ല. അത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അത്യാവശ്യമാണ്. അത് ശരി, ആൺപിള്ളേരുടെ കൂടെ കറങ്ങാൻ പോവാനാണോ? ഭ്രാന്ത് പറയല്ലേ. അതും നല്ല കാര്യം. എൻ്റെ അച്ഛൻ്റെ അമ്മാവനില്ലേ, അദ്ദേഹം അസുഖമായിട്ട് കിടക്കുക. അച്ഛൻ്റെ കൂടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവാ. അതെയോ? അപ്പൊ നീ ഇന്ന് തന്നെ തിരിച്ചു വരുമോ? അതെ, വരും. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു വരും ഞാൻ. നീ വിഷമിക്കാതിരിക്കെ. എങ്കിൽ നീ പോയിട്ട് വാ. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകുന്നേരം നിന്റെ വീട്ടിലോട്ട് വരാം. നമുക്ക് ഒരുമിച്ച് ഗോൾഡ് കപ്പ് കഴിക്കാൻ പോവാം. എന്തു പറയുന്നു? ഡൺ. പക്ഷെ സമയത്ത് തന്നെ വരണം. എപ്പോഴും നീ ലേറ്റ് ആയിട്ടേ വരൂ. അങ്കിതയുടെ കയ്യിൽ കാശിനൊരു കുറവുമില്ലായിരുന്നു. പക്ഷെ അവൾക്ക് അതിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്കിത പറഞ്ഞ ഈ കാര്യം ഗരിമയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്കിത പഠനത്തിൽ കുറച്ച് മോശമായിരുന്നു. പക്ഷെ ഗരിമയാവട്ടെ പഠനത്തിൽ നല്ല മിടുക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷ എടുക്കുന്ന സമയങ്ങളിൽ അവൾ അങ്കിതയെ പഠിക്കാൻ സഹായിക്കുമായിരുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ, ഗരീമ, നീ എവിടെയാ? പുറത്തേക്ക് വാ. എന്താ മോളെ അങ്കിത, സുഖം തന്നെയല്ലേ? നമസ്കാരം അങ്കിൾ. നല്ല വിശേഷം. അങ്കിള് സുഖായിരിക്കുന്നോ? നമസ്കാരം. എനിക്ക് സുഖമാ മോളെ. അതെയോ? അങ്കിളുടെ അമ്മാവനിപ്പോ എങ്ങനെയുണ്ട്? കുറവില്ല, ഒട്ടും വയ്യാണ്ടായി. വയസ്സായില്ലേ? ഓ അതെയോ അങ്കിൾ. ഗരിമ എവിടെയാ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. അച്ഛാ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാവേ. ശരി, പക്ഷേ ഒരുപാട് വൈകരുത്.
അങ്കിത ഗരീമയുമായി തന്റെ കാറിൽ പുറത്തേക്ക് പോയി. അവരവിടെയുള്ള കടയിൽ നിന്ന് ഗോൽക്കപ്പ കഴിച്ചു. ശേഷം അവരവിടെ കുറച്ചുനേരം സംസാരിച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗരീമയ്ക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. രണ്ടുപേരും പിരിഞ്ഞു. ഗരീമ, ഞാൻ പറഞ്ഞാ കേക്കില്ലല്ലേ? അച്ഛാ പ്ലീസ്, എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ. പറഞ്ഞാ എന്താ? നീ പറഞ്ഞതു മുതൽ ഞാൻ അങ്കിതയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്നാ മോളെ, ഞാൻ പറയുന്നത് കേക്ക്. എല്ലാ പണക്കാരും ഒരുപോലെയാ. ആദ്യം വളരെ നല്ലവരായിരിക്കും, പിന്നെ പക്ഷേ അങ്കിത അങ്ങനെയുള്ള ഒരാളല്ല അച്ഛാ, എനിക്ക് ഉറപ്പാണ്. നിന്നോട് 1000 തവണ പറഞ്ഞിട്ടുണ്ട്. നീ അവളെ പഠിപ്പിക്കാറില്ലേ? അതുകൊണ്ടാ അവള് നിന്നോട് അടുപ്പം കാണിക്കുന്നത്. നീ നോക്കിക്കോ, ഒരു ദിവസം അവളെല്ലാം പഠിച്ചു കഴിഞ്ഞാ നിന്നോട് സംസാരിക്കില്ല. ഇങ്ങനെ കിഷോർ ഗരീമയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. അതേസമയം അങ്കിതയുടെ അച്ഛൻ സേഠ് അമർലാൽ അങ്കിത വരാൻ കാത്തിരിക്കുകയായിരുന്നു. നീ എവിടെ പോയിരുന്നു? ഞാനും ഗരീമയും കൂടെ ഗോൽക്കപ്പ കഴിക്കാൻ പോയതാ അച്ഛാ, മാർക്കറ്റിലെ കടയിന്ന്. വേലക്കാരനോട് പറഞ്ഞാ പോരെ, അവൻ ഇവിടെ കൊണ്ടുപോയി തരുമായിരുന്നല്ലോ. പക്ഷേ അച്ഛാ, മാർക്കറ്റിലെ ഗോൽക്കപ്പയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ ഗരീമ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെയാണല്ലേ? ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞതാ ആ പാവപ്പെട്ടവളുടെ അടുത്ത് പോകരുതെന്ന്. നിന്റെ സ്റ്റാൻഡേർഡിന് അവള് ചേരില്ല. അച്ഛാ പ്ലീസ്, അവളെന്റെ കൂട്ടുകാരിയാണ്. അച്ഛൻ ഇനി അവളെപ്പറ്റി ഇങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിക്കോ. പാവപ്പെട്ടവനും പണക്കാരനും സുഹൃത്തുക്കളാകില്ല. അവളുടെ കണ്ണ് നിന്റെ പൈസയില്ല. നീ അവളെ നാട് ചുറ്റി കാണിക്കും, ഭക്ഷണം വാങ്ങിക്കൊടുക്കും. അതുകൊണ്ടാ അവള് നിന്നോട് വല്ലാതെ അടുപ്പം കാണിക്കുന്നത്. നോക്കിക്കോ, ഒരു ദിവസം എന്തെങ്കിലും കാരണം പറഞ്ഞ് അവള് നിന്റെ കയ്യിന്ന് കാശ് വാങ്ങിക്കും. അച്ഛ, ഗരീമ നല്ലൊരാളാണ്. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാലം നിന്നെ പഠിപ്പിക്കും അവൾ എങ്ങനെയാന്ന്. അവളോട് അധികം അടുക്കരുത്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അങ്കിത അവിടെ നിന്ന് അകത്തേക്ക് പോയി. അമർലാൽ തന്റെ മുറിയിലേക്കും പോയി. എന്നാൽ അവർ രണ്ടുപേരുമല്ലാതെ ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. അത് ഗരീമയായിരുന്നു. അവളെല്ലാം കേട്ടു. സത്യത്തിൽ അങ്കിത ഗരീമയുടെ വീട്ടിൽ തന്റെ പേഴ്സ് മറന്നു വെച്ചിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഗരീമ അങ്കിതയുടെ വീട്ടിലേക്ക് വന്നത്. അവൾ അവിടെ എത്തിയപ്പോൾ വീട്ടിലെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അതുകാരണമാണ് അവൾ അങ്കിതയും അവളുടെ അച്ഛനുമായുള്ള സംസാരം കേട്ടത്. അവൾ വിഷമത്തോടെ അവളുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ ഈ കാര്യത്തെക്കുറിച്ച് അവൾ അങ്കിതയോട് ഒന്നും പറഞ്ഞില്ല. എന്നാൽ അങ്കിതയുമായുള്ള ഗരീമയുടെ സൗഹൃദത്തിൽ ഒരു വ്യത്യാസമുണ്ടായില്ല. അങ്ങനെ ഇരിക്കെ കോളേജിൽ ഒരു വർഷം കടന്നുപോയപ്പോൾ അടുത്ത വർഷം കോളേജിലെ ആദ്യത്തെ ദിവസം അങ്കിത ഗരീമയെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ ഗരീമ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവൾ ഹോസ്പിറ്റലിലായിരുന്നു. ഡോക്ടർ സർ, ദയവായി എന്റെ അച്ഛനെ രക്ഷിക്കൂ. നോക്കു മോളെ, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആരോഗ്യം മോശമാണ്. നീ പെട്ടെന്ന് തന്നെ 2 ലക്ഷം ഉണ്ടാക്ക്. ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. വേണ്ട വേണ്ട, അങ്ങ് ഓപ്പറേഷന്റെ കാര്യം തുടങ്ങിക്കോളൂ. ഞാൻ എങ്ങനെയെങ്കിലും പോയി പണം എത്തിക്കാം. ഗരീമ തന്റെ ബന്ധുക്കളോടും അയൽവാസികളോടും പണത്തിനായി അപേക്ഷിച്ചു. പക്ഷെ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം തന്റെ വീട് പണയം വെച്ച് പണം ഉണ്ടാക്കാമെന്ന് ഗരീമ തീരുമാനിച്ചു. അപ്പോൾ അവൾ അങ്കിതയെ ഓർത്തു. അയ്യോ, ഞാൻ അങ്കിതയോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, അവളെ പോയി കണ്ട് എല്ലാ കാര്യങ്ങളും അവളോട് പറയാം. എനിക്ക് തോന്നുന്നത് വീട് പണയം വെക്കാൻ വേണ്ടി അവൾ എന്നെ സഹായിക്കുമെന്നാണ്. അങ്ങനെ തീരുമാനിച്ച ഗരീമ അങ്കിതയുടെ വീട്ടിൽ പോയി. ഗരീമ അവിടെ ചെന്നപ്പോൾ അങ്കിതയുടെ വീട്ടിൽ അങ്കിതയുടെ അച്ഛനെയാണ് അവൾ കണ്ടത്. പറയും മോളെ, എന്താ കാര്യം? അങ്കിളെ, അത് ഞാൻ അങ്കിതയെ കാണാൻ വേണ്ടി വന്നതാ. അവൾ അവളുടെ അമ്മയുടെ വീട്ടിൽ പോയതാ. ഇന്ന് അവൾ അവിടെയായിരിക്കും. നീ അവളെ കാണാനും സംസാരിക്കാനും ഒന്നും ശ്രമിക്കരുത്, മനസ്സിലായോ? ഇനി നീയുമായിട്ട് സൗഹൃദം ഉണ്ടാവില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഗരീമയ്ക്ക് ഒരുപാട് വിഷമമായി. അവൾക്ക് അവളുടെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. നീ അവളെ പഠിപ്പിച്ചില്ലേ, അതുകൊണ്ടാ അവള് നിന്നോട് സൗഹൃദം കാണിച്ചേ. നീ നോക്കിക്കോ, ഇനി അവളെല്ലാം പഠിച്ചു കഴിഞ്ഞാ നിന്നോട് അവള് സംസാരിക്കില്ല. ഗരീമയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്കിത ഒരിക്കലും തന്നെ ഒരു നല്ല സുഹൃത്തായി കാണുന്നില്ല. അതുകൊണ്ടാണ് അവൾ തന്നെ കാണാനും സംസാരിക്കാനും നിൽക്കാതെ ഇവിടെ നിന്ന് പോയത്. ശരി അങ്കിത, നീ വിചാരിക്കുന്നത് എനിക്ക് നിന്റെ സുഹൃത്താവാനുള്ള യോഗ്യത ഇല്ലെന്നല്ലേ? നീ നോക്കിക്കോ, ഞാൻ അതിനുള്ള യോഗ്യത നേടും. അതിനുശേഷമേ ഞാൻ നിന്റെ മുൻപിൽ വരൂ. ഗരീമയ്ക്ക് വാശിയായി. അവൾ തീരുമാനിച്ചു താൻ നല്ല നിലയിലായിത്തീരണമെന്ന്. അവളുടെ അച്ഛന്റെ അസുഖം മാറി വീട്ടിൽ തിരിച്ചെത്തി. അതിനുശേഷം അവൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എല്ലാ സമയവും
UPSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി. ആദ്യത്തെ അവസരത്തിൽ തന്നെ അവൾ UPSC പരീക്ഷ പാസ്സായി. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൾ ഒരു കളക്ടറായി. ആ, ജയ് ഹിന്ദ് മാം. ജയ് ഹിന്ദ് മനീഷ്, ഹൗ ആർ യു? ഐ ആം ഗുഡ് മാം. പറഞ്ഞോളൂ, എന്നോടെന്താ പറയാനുള്ളത്? യെസ് മാഡം. മാഡം, ഇന്നലെ നിങ്ങൾ പനീർ പൊറോട്ട എന്റെ ടിഫിനിന്ന് കഴിച്ചില്ലേ? നിങ്ങൾക്ക് ആ പൊറോട്ട ഭയങ്കര ഇഷ്ടമല്ലേ? ഇന്ന് മാഡത്തിനുള്ള ഡിന്നർ എന്റെ വീട്ടിൽ നിന്നാ. എനിക്കും ഭാര്യയ്ക്കും അതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. മാഡം വന്നിരുന്നെങ്കിൽ. പിന്നെന്താ, വരാലോ. ഇറ്റ്സ് മൈ പ്ലഷർ. എന്നാൽ ഇന്ന് വൈകിട്ട് നമുക്ക് പനീർ പൊറോട്ട കഴിക്കാം. ഓക്കെ മാഡം, വൈകിട്ട് കാണാം. സർക്കാരിന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഗരീമ മനീഷിന്റെ വീട്ടിലെത്തി. മനീഷ് ഗേറ്റിന് മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ മനീഷ് ഗരീമയോട് പറഞ്ഞു, മാം, മീറ്റ് മൈ ഡിയർ വൈഫ് അങ്കിത. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്കിതയും ഗരീമയും പരസ്പരം കാണുന്നത്. രണ്ടുപേരും പരസ്പരം കണ്ടപ്പോൾ സ്തംഭിച്ചുപോയി. അപ്പോൾ ഗരീമ മനീഷിനോട് പറഞ്ഞു, സോറി മനീഷ്, ഐ ഹാവ് ടു ഗോ. എനിക്ക് അത്യാവശ്യമായി കുറച്ച് ജോലി ചെയ്തു തീർക്കാനുണ്ട്. വളരെ അർജന്റാണ്. മനീഷ് എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ഗരീമ അവിടെ നിന്നിറങ്ങി കാറിൽ കയറിയിരുന്നു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അതേസമയം അങ്കിത വാതിലിക്ക് നിന്ന് വിഷമം കൊണ്ട് കരയുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവിടെ പെട്ടെന്ന് ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായി. ആ സാഹചര്യം നിയന്ത്രിക്കാനുള്ള ചുമതല മനീഷിനായിരുന്നു. എന്നാൽ ഒരു തീവ്രവാദി അവിടെ വന്ന് മനീഷിനെ കത്തിക്കൊണ്ട് കുത്തി വീഴ്ത്തി. മനീഷിനെ അവിടെ വലിയൊരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ആ ആശുപത്രി നിലനിന്നിരുന്ന സ്ഥലത്ത് തന്നെ ആയിരുന്നു ഗരിമയും അങ്കിതയും താമസിച്ചിരുന്നത്. മനീഷിന് അപകടം പറ്റി വിവരമറിഞ്ഞ് ഗരിമയും അങ്കിതയും ആ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ആദ്യം ഹോസ്പിറ്റലിലെത്തിയത് അങ്കിതയായിരുന്നു. ഡോക്ടർ സർ, പ്ലീസ്, എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇത് നോക്കൂ, അത് ഒരു നിമിഷം മോളെ. ഞാൻ മോളെ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. അത് നിങ്ങളല്ലേ ഒരു പാവത്തിനെ സഹായിച്ചില്ലേ? ആ, അങ്കിത, അതല്ലേ നിങ്ങളുടെ പേര്? അതെ ഡോക്ടർ. പക്ഷേ അങ്ങിത ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലേ? ഇല്ല മോളെ, മോളുടെ ഫ്രണ്ട് അതിനുശേഷം വന്നു. അവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നു. അവരുടെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ വീടേ വിറ്റുകളഞ്ഞു. നിങ്ങളുടെ സഹായം കൊണ്ട് അവർക്ക് വീട് തിരിച്ചു കിട്ടി. ഞാൻ അവരോട് അവരുടെ അച്ഛന്റെ ഓപ്പറേഷനുള്ള പൈസ നിങ്ങൾ കൊടുത്താന്ന് പറഞ്ഞില്ല. അല്ല ഡോക്ടർ, അതെന്റെ അച്ഛന്റെ പൈസയാ. എന്റെ കൂട്ടുകാരിയുടെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ സൗഹൃദം പണയം വെക്കേണ്ടി വന്നു. ആദ്യം എനിക്ക് സുഹൃത്തിനെ നഷ്ടപ്പെട്ടു. ഇനി എന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹായിക്കാനാവില്ല. പ്ലീസ് ഡോക്ടർ, എന്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കരുത്. ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞ അങ്കിത കരയാൻ തുടങ്ങി. ആ സമയം അവളുടെ തോളിലേക്ക് ഒരു കൈ വന്നു. അങ്കിത തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഗരിമയായിരുന്നു. ദൈവം സഹായിച്ച് നിനക്കൊരു വിഷമവും ഉണ്ടാവില്ല. കാരണം നിന്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഗരിമയുടെ വാക്കുകൾ കേട്ടപ്പോൾ അങ്കിത അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവരുടെ സ്നേഹം കണ്ടപ്പോൾ മനീഷും പുഞ്ചിരിച്ചു. കാരണം മുൻപ് നടന്ന കാര്യങ്ങൾ ഡോക്ടർ മനീഷിനോടും പറഞ്ഞിരുന്നു. Thanks for watching.